വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പുതിയ നിയമ പുസ്തകത്തിൽ മൊത്തം 260 അധ്യായങ്ങളും 7959 വാക്യങ്ങളും കാണാം. ഇതിലേതാണ്ട് 20% ഈശോമിശിഹായുടെ തിരുവചനങ്ങളാണ്. ഈ തിരുവചനങ്ങളെ ചുവന്ന ലിപികളിൽ എഴുതിയിരിക്കുന്ന റെഡ് ലെറ്റർ ബൈബിൾ നമുക്ക് ആ തിരുവചനങ്ങളെ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ സഹായിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം വരുന്നതും മറ്റു സുവിശേഷങ്ങളിൽ വിവരിക്കാത്തതുമായ സംഭവങ്ങൾ ഇവയാണ്. ജ്ഞാനികൾ യേശുവിനെ സന്ദർശിച്ചത്, ഹെറോദേസ് കുഞ്ഞുങ്ങളെ കൊന്നത്, മലമുകളിലെ പ്രസംഗം, പത്രോസ് വെള്ളത്തിന്മേൽ നടന്നത്. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം വരുന്നതും മറ്റു സുവിശേഷങ്ങളിൽ വിവരിക്കാത്തതുമായ സംഭവങ്ങൾ ഇവയാണ്. യേശുവിന്റെ കുടുംബം ഈശോമിശിഹായെ ബോധം നഷ്ടപ്പെട്ടവരെന്ന് മാർക്കോസ് 3:21 പറയുന്നത്. രഹസ്യമായി വളരുന്ന വിത്തിന്റെ ഉപമ കുരുടനെ 2 ഘട്ടത്തിൽ സുഖപ്പെടുത്തിയത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം വരുന്നതും മറ്റു സുവിശേഷങ്ങളിൽ വിവരിക്കാത്തതുമായ സംഭവങ്ങൾ ഇവയാണ്. യോഹന്നാൻ സ്നാപകന്റെ ജനനം, യേശുവിന്റെ ബാല്യകാലം, 12-ാം വയസ്സിൽ ദേവാലയത്തിൽ, നല്ല സമരക്കാരന്റെ ഉപമ, ധൂർത്തപുത്രന്റെ ഉപമ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം വരുന്നതും മറ്റു സുവിശേഷങ്ങളിൽ വിവരിക്കാത്തതുമായ സംഭവങ്ങൾ ഇവയാണ്. കാനായിലെ വിവാഹത്തിലെ വെള്ളം വീഞ്ഞാക്കി മാറ്റിയത്, നിക്കോദേമസുമായുള്ള സംഭാഷണം, ലാസറിനെ ഉയർപ്പിച്ചത്, ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്ന പ്രസ്താവന. പുതിയ നിയമത്തിലെ 5-ാമത്തെ പുസ്തകമായ അപ്പസ്തോലന്മാരുടെ പ്രവർത്തികൾ ക്രിസ്തീയ സഭയുടെ ആരംഭവും സുവിശേഷം റോമൻ സാമ്രാജ്യത്തിലേക്ക് വ്യാപരിച്ചതും വിവരിക്കുന്നു. പൗലോസിന്റെ 13 ലേഖനങ്ങൾ റോമർ, കൊറിന്ത്യർക്ക് 2, ഗലാത്യർ, എഫേസ്യർ, ഫിലിപ്പിയർ, കൊലോസ്യർ, തെസ്സലോനിക്കർക്ക് 2, തിമോത്തിക്ക് 2, തീത്തോസ്, ഫിലമോൻ എന്നിവയാണ്. മറ്റ് ലേഖനങ്ങൾ എബ്രായർ, യാക്കോബ്, പത്രോസ്, യോഹന്നാൻ, യൂദാസ്. പുതിയ നിയമത്തിലെ അവസാന പുസ്തകമായ വെളിപാട് അപ്പസ്തോലൻ യോഹന്നാൻ എഴുതിയതായി കരുതപ്പെടുന്നു. ക്രിസ്തീയ സഭയുടെ ഭാവി, അന്തിമ വിജയം, ദൈവരാജ്യത്തിന്റെ മഹത്വം എന്നിവയെക്കുറിച്ചുള്ള ദർശനങ്ങളും പ്രവചനങ്ങളും ഇതിൽ ഉൾക്കൊള്ളുന്നു. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.